നമസ്കാരം. കേരളത്തിൽ ഇപ്പോഴും കത്തി നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദം. വിവാദം പല മേഖലകളിലും പല ഘട്ടങ്ങളിലുമൊക്കെ ആയി കൊഴുക്കുകയാണ്. അതായത് കൃഷി വകുപ്പിന്റെ ഒരു പരിപാടി, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഗവർണർ ഓഫീസായ രാജ്ഭവനിൽ വെച്ച് നടത്തുന്നു. അതിലേക്ക് അവർ ഗവർണറെ ക്ഷണിക്കുന്നു. ആ പരിപാടി നടക്കേണ്ട ഹാളിൽ ഭാരതാംബയുടെ ഒരു ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രം അവിടെ നിന്ന് നീക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നു. അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല ആ ചിത്രമെന്ന് ഗവർണർ നിലപാടെടുക്കുന്നു. അതോടുകൂടി കൃഷി വകുപ്പ് അവിടെ നിന്നും പരിപാടി മാറ്റി സെക്രട്ടേറിയറ്റിലേക്ക് പരിപാടി നടത്തുന്നു. RSSകാർ ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ സർക്കാർ പരിപാടി നടത്താൻ കഴിയില്ല എന്നാണ് കൃഷിമന്ത്രി അടക്കം നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. നിരവധി ആളുകൾ ഭാരതാംബ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് പൂജ നടത്തുകയും അതിൻ്റെ വിളക്ക് കൊളുത്തുകയും അതിൻ്റെ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭാരതാംബയുടെ ചിത്രത്തിനോട് കാട്ടിയ ഈ അസഹിഷ്ണുത ശരിയായില്ല എന്ന് രാഷ്ട്രീയ മത കക്ഷി ഭേദമന്യേ എല്ലാവരും നിരവധി ആളുകൾ ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല BJP അവരുടേതായ രീതിയിൽ പല പ്രതിഷേധ പ്രകടനങ്ങളും നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ കൃഷിമന്ത്രിയുടെ വീടിന് മുന്നിൽ തന്നെ ഭാരതാംബയുടെ ചിത്രം വച്ച് വിളക്ക് കൊളുത്തുന്ന ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർത്തും ജനാധിപത്യപരമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിക്കെതിരെ CPI മസില് കാട്ടി എതിർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരെ ഉയർന്നു വരുന്നുണ്ട് എന്ന് മാത്രമല്ല വലിയ രീതിയിൽ ഈ ഭാരതാംബ വിവാദം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് കേരളത്തിലെ കൃഷി വകുപ്പ് പരിപാടി മാറ്റിക്കൊണ്ട് ഗവർണർക്ക് ഒരു കത്തയച്ചിരുന്നു. ആ കത്ത് പുറത്തു വരുന്നത്, ആ കത്തിൽ പറയുന്നത് മറ്റൊന്നുമല്ല. അതായത് with reference to letter referred to above, a request was made to the Honorable Governor Sri Rajendra Vishwanath Arlekar to inaugurate the World Environment Day program of the Agriculture Department, Government of Kerala at Raj Bhavan on 5th June 2025, and we are deeply grateful to the gracious acceptance of the request. However, we respectfully bring to your attention that the revised minute-to-minute program revised from Raj Bhavan does not align with the original program planned with the standard protocol and practices followed by the Government of Kerala. In view of this, Honorable Minister has directed to inform you the inability to proceed with the program as revised. We regret our inability to be part of the such revised program and the matter may be apprised to the Honorable Governor. എന്നാണ് കൃഷി വകുപ്പ് ഈ പരിപാടി റദ്ദാക്കിക്കൊണ്ട് ഗവർണർക്ക് അയച്ചിരിക്കുന്ന കത്ത്. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു കൃഷി വകുപ്പിൻ്റെ പരിപാടിയിലേക്ക് അങ്ങയെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തയച്ചിരുന്നു. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തയച്ചിരുന്നു. ആ കത്ത് സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്യാം എന്നേറ്റതിൽ നന്ദി. പക്ഷേ രാജ്ഭവൻ ആ പ്രോഗ്രാമിൽ ചില മാറ്റങ്ങൾ വരുത്തി മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം ഞങ്ങൾക്ക് അയച്ചു തന്നു. ആ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമുമായി സഹകരിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃഷിമന്ത്രി താങ്കളെ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി തന്നെ ഗവർണർക്ക് അല്ലെങ്കിൽ രാജ്ഭവന് കൊടുത്തിരിക്കുന്ന കത്ത്. അതായത് RSS ഉപയോഗിക്കുന്ന ചിത്രത്തിൽ അല്ലെങ്കിൽ ചിത്രം വെച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പുറത്തു പറയുകയും അങ്ങനെ പറയാൻ ഔദ്യോഗികമായി നട്ടെല്ല് കാണിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ കത്തിൽ ഭാരതാംബയുടെ ചിത്രത്തെക്കുറിച്ചോ RSSനെ കുറിച്ചോ യാതൊരു പരാമർശവുമില്ല. നട്ടെല്ലുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് RSS ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രം ഇരിക്കുന്നത് കൊണ്ട് ഈ പരിപാടി നടത്തണ്ട എന്ന് ഞങ്ങളുടെ മന്ത്രി പറഞ്ഞു എന്ന് ഔദ്യോഗികമായി ഗവർണറെ അറിയിക്കാത്തത് എന്ത് എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. CPM ഇങ്ങനെ പ്രതികരിച്ചതിൽ വലിയ ഞെട്ടലൊന്നുമില്ല. ഭാരതാംബ എന്ന സങ്കല്പത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ ഈ സിംഹത്തിന് മുകളിൽ ചാരി നിൽക്കുന്ന ഭാരതാംബയെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെയാണ് CPMഉം CPIയും എല്ലാം പറയുന്നത്. അവർ അംഗീകരിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയ അത്ഭുതമാണ്. അല്ലാതെ ഈ ഭാരതാംബയുടെ ചിത്രത്തോടുള്ള അവരുടെ അസഹിഷ്ണുത വലിയ അത്ഭുതമൊന്നുമല്ല. അവർ ഇതിനു മുന്നേയും ഇത് തെളിയിച്ചിട്ടുണ്ട്. 2007 രാജാ രവിവർമ്മ പുരസ്കാരം സംസ്ഥാന സർക്കാർ നൽകിയത് MF ഹുസൈനായിരുന്നു. എന്തിനായിരുന്നു MF ഹുസൈന് ഈ പുരസ്കാരം നൽകിയത്? അതായത് ഭാരതാംബയുടെ ചിത്രം നിങ്ങൾ ഈ കാണുന്നത് പോലെ MF ഹുസൈൻ വരച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ അപമാനിച്ച
ഒരു ആർട്ടിസ്റ്റാണ് MF ഹുസൈൻ. ഹിന്ദു ദേവീ ദേവന്മാരെയൊക്കെ നഗ്നരായി ചിത്രീകരിച്ചുകൊണ്ട് സ്ഥിരം വിവാദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ചിത്രകാരനാണ്. അദ്ദേഹം ഒരു ആൻറ്റി ഹിന്ദു ആയിരുന്നു, ആൻറ്റി നാഷണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളും ചിത്രങ്ങളുമൊക്കെ അതിൻ്റെ ആ ഒരു സ്വഭാവം നിഴലിച്ചു നിന്നിരുന്നതായിരുന്നു. അതായത് ഭാരതാംബയെ ഇത്തരത്തിൽ വികലമായി നഗ്നയാക്കി വരയ്ക്കുകയും അതിന്മേൽ വിവാദത്തിൽ അകപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ചിത്രകാരനെയാണ് രാജാ രവിവർമ്മ പുരസ്കാരം കൊടുക്കാൻ പിണറായി വിജയൻ തിരഞ്ഞെടുത്തത്. അതും അധികാരത്തിൽ വന്ന് പിറ്റേ വർഷം 2006 പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുന്നു. 2007 തന്നെ MF ഹുസൈന് പുരസ്കാരം നൽകുന്നു. അങ്ങനെ രാജാ രവിവർമ്മ പുരസ്കാരം കൊണ്ടുപോയി ഭാരതാംബയെ വികലമായി ചിത്രീകരിച്ച ഒരു ചിത്രകാരന് കൊണ്ടുകൊടുത്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് യഥാർത്ഥ ഭാരതാംബയോട് ഇങ്ങനെ അസഹിഷ്ണുത തോന്നുക സ്വാഭാവികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷേ വർഷങ്ങളായി അവരുടെ നിലപാട് അതുതന്നെയാണ്. ഭാരതാംബയെ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വർഗമൊന്നുമല്ല കമ്മ്യൂണിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ ഭാരതാംബയുടെ ചിത്രം കാണുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഹാലിളകേണ്ടതാണ്. പക്ഷേ കാര്യങ്ങളെല്ലാം മാറി മറിയേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വിവാദവും സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ എമ്പാടും ഇത്തരത്തിൽ ഒരു ചിത്രം എന്തുകൊണ്ട് രാജ്ഭവനിൽ വച്ചുകൂടാ, അല്ലെങ്കിൽ ഇത്തരമൊരു ചിത്രത്തിന് മുന്നിൽ എന്തുകൊണ്ടാണ് ഈ പരിപാടി നടത്തിക്കൂടാ, പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അങ്ങനെ നടത്തിക്കൂടാ എന്ന ചോദ്യം കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് തന്നെ ഉയരുകയാണ്. പലരും പറയുന്നത് ഈ പറയുന്ന ചിത്രത്തോടുള്ള, അല്ലെങ്കിൽ ഈ ചിത്രത്തിൻ്റെ പുറകിൽ കാണിച്ചിരിക്കുന്ന ആ രാജ്യം അത് ഏത് രാജ്യമാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഇന്ത്യയുടെ ചരിത്രം അറിയാത്തത് കൊണ്ടായിരിക്കാം. അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം ഒരാൾ ഇപ്പോഴും മനസ്സിൽ പേറുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അയാളാണ് രാജ്യസ്നേഹി. അഖണ്ഡ ഭാരതം എന്ന ചിത്രത്തോട് അസഹിഷ്ണുത കാട്ടുന്നുവെങ്കിൽ അയാളുടെ മനോനില പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.